മുണ്ടത്തിക്കോട് അപകടത്തിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കുമെന്നാണ് റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പറഞ്ഞത്. അപകടം നടന്ന സ്ഥലത്ത് വാഹനങ്ങൾ എത്താൻ കഴിയാത്തത് വീഴ്ചയാണ്. ഷെഡുകൾ അടുത്തടുത്ത് വന്നതും ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടിയിരിക്കുന്നു. വെടിക്കെട്ടിന്റെ പാറ്റേൺ മാറ്റാൻ ശുപാർശ നൽകുമെന്നുകൂടി CN രാമചന്ദ്രൻ നായർ പറഞ്ഞു. ഈ അപകടത്തിൻ്റെ വ്യാപ്തി വളരെ കൂടുതലാണ്. ഒരുപക്ഷെ വെടിക്കെട്ടിൻ്റെ പാറ്റേൺ തന്നെ മാറ്റാൻ സാധിക്കുമായിരിക്കും. അതിനെക്കുറിച്ചെല്ലാം ചിന്തിച്ച് ശുപാർശ ചെയ്യും. തീർച്ചയായിട്ടും കാണും. ചട്ടലംഘനങ്ങളുണ്ട്, അല്ലെങ്കിൽ അശ്രദ്ധയുണ്ട്. അതുകൊണ്ടാണ് മുൻകരുതലുകൾ എടുത്തില്ല. അതുകൊണ്ടാണ് ഇത്ര വലിയ വ്യാപ്തിയുള്ള ഒരു അപകടം ഉണ്ടായതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഉദ്യോഗസ്ഥരുടെ അടുത്തും വീഴ്ചയുണ്ടോ എന്നുള്ളത് പരിശോധിക്കും. തീർച്ചയായിട്ടും അപകടരഹിതമായിട്ട് എങ്ങനെ വെടിക്കെട്ടുകൾ നടത്തണം എന്നായിരിക്കും ഗവൺമെൻറ് ഉദ്ദേശിച്ചേക്കണം. അത് ഗവൺമെൻറ്റിൻ്റെ ടേംസ് ഓഫ് റെഫറൻസിൻ്റെ അനുസരിച്ച് വേണം ജുഡീഷ്യൽ കമ്മീഷൻ എൻക്വയറി നടത്താനും റിപ്പോർട്ട് കൊടുക്കാൻ. അഭിജിത്ത് മുഴക്കുന്ന് ചേരുകയാണ്. അഭിജിത്ത്, പോലീസിന്റെ അന്വേഷണം ഒരു ഭാഗത്തുണ്ട്. പെസോ അധികൃതർ ഇന്ന് പരിശോധന നടത്തിയിട്ടുണ്ട്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റും പരിശോധന നടത്തിയെന്ന് മനസ്സിലാക്കുന്നു. ഈ ചൂട് കൂടിയതാകാം എന്നുള്ളൊരു പ്രാഥമിക നിഗമനം ഉണ്ടായിരുന്നു. അത് പക്ഷേ ശരിയല്ല എന്നാണോ വരുന്നത്? യാതൊരു തരത്തിലുള്ള അനധികൃത കെമിക്കലുകളും ഉപയോഗിച്ചിട്ടില്ല എന്ന് രക്ഷപ്പെട്ട തൊഴിലാളികൾ പറയുന്നുണ്ട്. പക്ഷേ പല സാധ്യതകളുണ്ടല്ലോ. എന്തൊക്കെയാണ് ഈ ഘട്ടത്തിൽ അന്വേഷിക്കുന്നത് അപകട കാരണമായി? തീർച്ചയായും ഇത് അങ്ങനെ തന്നെയാണ്. വലിയ ചൂടുണ്ട് ഇവിടെ, അതായത് ചുട്ടുപൊള്ളുന്ന വെയിലാണ്. അപ്പോൾ ഈ ചൂടാണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളതായിരുന്നു പ്രാഥമിക നിഗമനം. അങ്ങനെ ഒരു കണ്ടെത്തൽ, അല്ലെങ്കിൽ പ്രാഥമികമായി അങ്ങനെ ഒരു സംശയമാണ് ഇതുമായി ബന്ധപ്പെട്ടവർ ആദ്യം ഉന്നയിച്ചത്. പക്ഷേ ഇപ്പോൾ പെസോ നടത്തിയ ഒരു അന്വേഷണത്തിലാണ് ചൂടല്ല എന്നുള്ള ഒരു കാരണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യതയെ അവർ തള്ളിക്കളയുന്നത്. ഷോർട്ട് സർക്യൂട്ട് ഉൾപ്പെടെയുള്ള സാധ്യതകളാണ് ഇപ്പോൾ പെസയുടെ പരിശോധനയിൽ അവർ മുന്നോട്ട് വെക്കുന്നത്. ഒരുപക്ഷെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായിട്ടുണ്ടാകാം, അതാകാം ഇങ്ങനെ ഒരു വലിയ അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ പെസോ നടത്തിയ ഒരു അന്വേഷണത്തിൽ അവർ പറയുന്നത്. ഈ ചൂട് മൂലം ഈ സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത കുറവാണ് എന്നുകൂടി പെസോ ഏതായാലും ഒരു നിഗമനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കൂടാതെ വിനീത സൂചിപ്പിച്ചതുപോലെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ പരിശോധന പൂർത്തിയായിട്ടുണ്ട്. അവർ നൽകുന്ന റിപ്പോർട്ട് കൂടി ഇതിലേറെ നിർണായകമാകും. ആ റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനിയൊരു പക്ഷേ ഷോർട്ട് സർക്യൂട്ടാണ് ഈ ഒരു ദുരന്തത്തിലേക്ക് വഴിമാറിയത് എങ്കിൽ അത് കൃത്യമായി തന്നെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ ഈ റിപ്പോർട്ടിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഒപ്പം തന്നെ പോലീസിന്റെ അന്വേഷണവും ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട്. ഇന്നലെ തന്നെ ഒരു FIR രജിസ്റ്റർ ചെയ്ത് പോലീസും അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഏതായാലും വലിയൊരു ദുരന്തമാണ് വിനീത. അത് എങ്ങനെ ഉണ്ടായി എന്ന് കണ്ടെത്തുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ അവിടെ ഒരു ലൈസൻസ് ഉണ്ടായിരുന്നു, പക്ഷേ ഈ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം പാലിച്ചായിരുന്നോ ഈ ഒരു പടക്കത്തിന്റെ അല്ലെങ്കിൽ ഈ സ്ഫോടക വസ്തുക്കളുടെ നിർമ്മാണം, കരിമരുന്നുകളുടെ നിർമ്മാണം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി അവശേഷിക്കുകയും ശാലകളെല്ലാം അടുത്തടുത്തായിരുന്നല്ലോ. 5 എണ്ണം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അതിൽ 3 എണ്ണത്തിലായിരുന്നു കരിമരുന്ന് സൂക്ഷിച്ചിരുന്നു പറയുന്നു. ഇത് അടുത്തടുത്തായതും കൃത്യമായ അകലം പാലിക്കാത്തതും ഇതിന്റെ ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടി എന്നുള്ള നിഗമനം കൂടിയുണ്ട് അല്ലേ അഭിജിത്ത്? തീർച്ചയായും ഇത് അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഒരു പക്ഷേ അതും ഒരു കാരണമായി ഇതിലേക്ക് മാറിയിട്ടുണ്ടാകാം. കാരണം ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഈ രീതിയിലുള്ള പടക്കത്തിന്റെ അല്ലെങ്കിൽ സ്ഫോടക വസ്തുക്കളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ കൃത്യമായ രീതിയിൽ തന്നെ മാനദണ്ഡങ്ങളുണ്ട്. ഈ മാനദണ്ഡങ്ങൾ അവിടെ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതിനാൽ തന്നെ അങ്ങനെ ഒരു അന്വേഷണം കൂടി അവിടെ സമാന്തരമായി തന്നെ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഈ അകലങ്ങൾ പാലിക്കാത്തതും കൃത്യമായ രീതിയിൽ മറ്റ് സംവിധാനങ്ങളും ഇല്ലാത്തത് ഈ ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാനുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിനാൽ തന്നെ കൃത്യമായ അന്വേഷണം ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട്. ഈ അന്വേഷണത്തിനൊടുവിൽ മാത്രമേ എന്താണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്നതിൽ ഒരു വ്യക്തത വരികയുള്ളൂ. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ റിപ്പോർട്ടിൽ ഉൾപ്പെടെ അതിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത്.